തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഷിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. കുത്തിയൊലിച്ച മണ്ണിനൊപ്പം പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ച് ജീവൻ നഷ്ടപ്പെട്ട അർജുൻ മലയാളികൾക്ക് ഇന്നും ഒരു നോവാണ്. സ്വന്തം കൂടപ്പിറപ്പിനെ എന്ന പോലെ നാടൊരുമിച്ച ആ ദിവസങ്ങൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മലയാളികളെ ദിവസങ്ങളോളം സങ്കടത്തിലാഴ്ത്തിയ ഷിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം തികയുന്നു. 2024 ജൂലൈ 16 അർജുൻ്റെ ലോറി മണ്ണിടിച്ചിൽ കാണാതായ ആ ദിവസം. ഏതായാലും നമ്മളിപ്പോൾ അതേ ദിവസം തന്നെ ഒരു വർഷം പിന്നിടുമ്പോൾ അതേ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഗംഗാവലി പുഴയുടെ ആ തീരത്ത് ഇപ്പോഴും ഗംഗാവലി പുഴ നമുക്ക് കാണാം, കലങ്ങി മറിഞ്ഞ് അതേ രീതിയിൽ ഒഴുകുന്നത്. എന്തായാലും ദൃശ്യങ്ങളിലേക്ക് പോയാൽ പല ഓർമ്മകളാണ് ഈ സ്ഥലത്തു നിന്നും നമുക്ക് വരുന്നത്. ഇപ്പോഴും ആ ഒരു മൂകത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഗംഗാവലി പുഴ അന്ന് ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ ഒഴുകുന്ന ആ കാഴ്ച നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്ത്, അവിടെയാണ് വലിയ തോതിൽ തിരച്ചിൽ നടത്തിയത്. അതായത് 72 ദിവസം നീണ്ടു നിൽക്കുന്ന തിരച്ചിലിനൊടുവിൽ ആ രീതിയിലുള്ള വലിയ തോതിലുള്ള തിരച്ചിലിനൊടുവിലാണ് അർജുനും ലോറിയും കണ്ടെത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്ത് നിന്നാണ് അർജുനെയും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും മൺകൂനകൾ കാണാം. ഈ പ്രദേശത്ത് കരയോട് ചേർന്ന് മൺകൂനകൾ കാണാം. ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ലോറിക്കാരുടെ പ്രിയപ്പെട്ട ലക്ഷ്മണേട്ടൻ, അദ്ദേഹത്തിൻ്റെ ചായക്കടി ഉണ്ടായിരുന്ന സ്ഥലം. ഇവിടെ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെ, അർജുൻ ഉൾപ്പെടെ 11 പേരുടെ ജീവനാണ് ഈ മണ്ണിടിച്ചിൽ ഇല്ലാതായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നും അന്നുണ്ടായതിൻ്റെ ആ അവശിഷ്ടം ഇപ്പോഴും മലമുകളിൽ കാണാം. അന്ന് തകർന്ന് വീണ ആ ടവറുകൾ ഇപ്പോഴും ഒരു വർഷം ആകുമ്പോഴും അവിടെ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് കേരളത്തിലേക്കുള്ള എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കടന്നു പോകുന്ന പാതയാണിത്. ആ ഒരു പാതയിൽ ഇപ്പോഴും മണ്ണിടിച്ചിലിൻ്റെ ദുരന്തത്തിൻ്റെ ബാക്കി ഇപ്പോഴും കാണാം. അപകടകരമാം വിധം തന്നെയാണ് ഇപ്പോഴും ഈ പാതയുള്ളത്. ഇത് ദേശീയപാതയാണ്. ആ ദേശീയപാതയിലുള്ള ആ അവസ്ഥ, സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും വലിയ തോതിൽ കാലവർഷം ശക്തി പ്രാപിക്കുമ്പോഴും ഇതുവഴിയുള്ള യാത്ര അപകടകരമായി തന്നെ തുടരുന്നു. എന്നാലും അർജുൻ്റെ ഓർമ്മകൾ, അത് കല്ലായിലേക്കുള്ള ആ മരം വണ്ടിയുമായുള്ള ആ യാത്രയ്ക്കിടെ ഒന്ന് വിശ്രമിക്കാൻ ഇവിടെ നിർത്തിയിട്ടതായിരുന്നു ലോറി. ആ സമയത്താണ് വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ. മുകളിൽ നിന്നും മണ്ണിടിച്ചിൽ ലോറി അപ്പാടെ കൊണ്ടുപോയി ഗംഗാവലി പുഴയിലേക്ക് പോവുകയായിരുന്നു. 72 ദിവസം നീണ്ട സമാനതകളില്ലാത്ത തിരച്ചിലിനൊടുവിലാണ് അർജുൻ്റെ കണ്ടെത്താൻ സാധിച്ചത്. അതിനിടയിൽ പല സംഭവവികാസങ്ങളും ഇവിടെ ഉണ്ടായി. സൈന്യം വരെ അർജുൻ്റെ തിരച്ചിലിനായി എത്തുന്ന സാഹചര്യമുണ്ടായി. മഴയും വെയിലും മാറി മാറി വരുന്ന കാലാവസ്ഥയിലും നമ്മളും ഈ ഒരു സ്ഥലത്ത് സാക്ഷിയായിരുന്നു ആ ഒരു തിരച്ചിലിന്. എന്തായാലും ഏറ്റവും ഒടുവിൽ 72ാം ദിവസം അർജുൻ്റെ മൃതദേഹമെങ്കിലും കിട്ടിയാൽ മതിയെന്ന ബന്ധുക്കളുടെ, കുടുംബത്തിൻ്റെ ഒക്കെ പ്രതീക്ഷ, അത് അവസാനം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും ഇവിടെ ഇപ്പോഴും ഒരുപാട് ആളുകളാണ് ഇപ്പോഴും ഇവിടെ ഈ സ്ഥലത്ത് എത്തുന്നതും ഈ സ്ഥലം നോക്കുന്നതും. അത്രത്തോളം വലിയ ഒരു മലയാളി പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവം ആ ഗംഗാവലി പുഴയുടെ തീരത്ത്. എന്തായാലും ഒരുപാട് ഓർമ്മകളുള്ള ആ തീരത്താണ് ഇപ്പോൾ നമ്മളുമുള്ളത്. ഈ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസം. നമ്മൾ ആ ഗംഗാവലി പുഴയുടെ ഇപ്പോഴത്തെ ഒരു നേർചിത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് മൺകൂനുകൾ ഇവിടെ, ഈ മലയിടിച്ചിൽ ബാക്കിയായ മൺകൂനുകളൊക്കെ ഈ ഗംഗാവലി പുഴയുടെ കരയിൽ കാണാം. പുഴ ശക്തമായി ഒഴുകുന്ന ഒരു സാഹചര്യം. അന്ന് വലിയ പ്രതിസന്ധിയായിരുന്നു. പ്രതിസന്ധി തരണം ചെയ്ത് 72 ദിവസം നീണ്ട തിരച്ചിൽ, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ. ആ തിരച്ചിലൊടുവിൽ ന്യൂസ് 18 ആദ്യം തുടക്കത്തിൽ പുറത്തുവിട്ട ഒരു സ്ഥലം, അതേ സ്ഥലത്ത് നിന്നും ലോറിയും അർജുനെയും പുറത്തേക്കെടുക്കുന്ന സാഹചര്യം. അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ലോറി അർജുനെ ചേർത്ത് പിടിച്ച് അർജുനെ ഒപ്പം ആ ലോറി മുകളിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് കൺമുന്നിൽ അത്രത്തോളം വലിയൊരു ആകാംക്ഷയുടെയും ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും ഈ ഗംഗാവലി പുഴ ഇപ്പോഴും ഇതിനെല്ലാം സാക്ഷിയായി ഇതേ അവസ്ഥയിൽ തന്നെ ഒഴുകുന്ന സാഹചര്യമായിരുന്നു. എന്നാലും തൻ്റെ മകന് വേണ്ടിയുള്ള കളിപ്പാട്ടം, അത് ലോറിയുടെ മുന്നിൽ വെച്ചായിരുന്നു അർജുൻ യാത്ര ചെയ്തിരുന്നത്. ആ കളിപ്പാട്ടം ഉൾപ്പെടെ അർജുൻ്റെ കുടുംബത്തിന് തിരിച്ചു കൊടുത്തു എന്നത് തന്നെയാണ് ഇതിലേറ്റവും വൈകാരികമായ രംഗങ്ങൾക്ക് അന്ന് സാക്ഷ്യം വഹിച്ചത്. എന്നാലും ഇപ്പോഴും ഇവിടെ ആ ശക്തമായ കാറ്റും പലപ്പോഴും മാറി മാറി പെയ്യുന്ന മഴയും അതൊക്കെയുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഒരു വർഷമാകുമ്പോഴും അർജുനും അർജുൻ്റെ ലോറിയും
ഈ ഗംഗാവലി പുഴ അതിൽ അപകടത്തിൽപ്പെട്ട് 1 വർഷമാകുമ്പോഴും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഇവിടെ ബാക്കി നിൽക്കുന്നു. ശിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. കാലം എത്ര കടന്നു പോയാലും ഈ ദിവസം നമ്മൾ മറക്കില്ല എന്നതാണ്, മലയാളികൾ മറക്കില്ല എന്നതാണ് വാസ്തവം.